നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു പിസ്സ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. മാർഗരീറ്റ പിസ്സയാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ആർക്കും നല്ല എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പിസ്സയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ആദ്യം നമുക്ക് പിസ്സയ്ക്ക് വേണ്ടി ഡോ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി 2 കപ്പ് മൈദ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഓൾ പർപ്പസ് ഫ്ലോർ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എല്ലാം എടുക്കുന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് ഈസ്റ്റ് ഒന്ന് ചെറു ചൂടുവെള്ളത്തിലിട്ടിട്ട് മാറ്റി വെക്കണം. അപ്പോഴാണ് ഈസ്റ്റ് പൊങ്ങി വരിക. എന്നിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തത്. ഒലീവ് ഓയിൽ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ട് ഇതുപോലെ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 200 ml ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. ചെറു ചൂടുവെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിക്കേണ്ടത്. വാം വാട്ടർ ഒഴിക്കാം. വെള്ളം ഒരുമിച്ച് നമ്മളിതിലേക്ക് ഒഴിക്കരുത്. കുറച്ച് ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 5 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ നന്നായിട്ട് കുഴച്ചെടുത്ത ഇതിൻ്റെ മേലെ വെക്കാം. 5 മിനിറ്റ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഡോയിൻ്റെ മേലെ ഇതുപോലെ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 2 മണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കണം. നല്ല ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ തന്നെ മാറ്റി വെച്ചാൽ മതിയാകും. ഇത് ഡബിൾ സൈസായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിസ്സ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ 1 മണിക്കൂറാണ് ഞാനിത് മാറ്റി വെച്ചത്. ഇവിടെ നല്ല ചൂടായതുകൊണ്ട് 1 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഡബിൾ സൈസായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിസ്സ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ പിസ്സ 2 പാർട്ടായിട്ട് മാറ്റണം. 2 പിസ്സയാണ് നമ്മളിത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് പിസ്സ ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ ഒന്ന് കുറച്ച് മൈദ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. കാലിഞ്ച് കനത്തിലാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിവിടെ ഓവനിലാണ് ചെയ്യുന്നത്. നിങ്ങൾ പാനിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പാനിൽ ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ പിസ്സയും നമുക്കിതുപോലെ പാനിൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലുള്ള ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ഇനി ഇത് പിസ്സ ഉണ്ടാക്കിയെടുക്കാനുള്ള ഇതുപോലുള്ളൊരു ട്രേയിലേക്ക് മാറ്റാം. ഇനി ഞാനിതിൻ്റെ മേലെ ടൊമാറ്റോ കെച്ചപ്പാണ് വെച്ച് കൊടുക്കുന്നത്. പിസ്സ സോസ് ഞാനിവിടെ വെക്കുന്നില്ല. പിസ്സ സോസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പിസ്സ സോസ് എങ്ങനെയാണ് ചെയ്യാമെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ടൊമാറ്റോ കെച്ചപ്പാണ് വെച്ച് കൊടുക്കുന്നത്. ടൊമാറ്റോ കെച്ചപ്പ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ഒറിഗാനോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഒറിഗാനോ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേലെ മൊസറല്ല ചീസ് വെച്ച് കൊടുക്കണം. നമ്മളിനി വേറെ ഒന്നും വെക്കുന്നില്ല. മൊസറല്ല ചീസ് മാത്രമാണ് ഇനി വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് എല്ലായിടത്തും നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. മൊസറല്ല ചീസ് ഇതുപോലെ കുറച്ച് അധികം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ നിറയെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 20 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ഓവനൊന്ന് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മാർഗരീറ്റ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല എളുപ്പമാണ് ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ് ഈ പിസ്സ കഴിക്കാനും.
ഇപ്പോൾ അടിപൊളി പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്